അവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു. ലെഫ്റ്റ് സൈഡ് കാണാൻ പറ്റുമെന്ന് അറിയില്ല. വെറുതെ ഓണടിക്കുന്നത്. അവിടെ അയ്യപ്പന്മാരെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കാനുള്ള പരിപാടിയാണ്. തമിഴ്നാട് വണ്ടിയാണ്. എന്തിനാണ് ഇത്ര ഹോണൊക്കെ വയ്ക്കുന്നത്? വണ്ടി ശ്രദ്ധിച്ചു പോയാൽ മതി. വെറുതെ ഇവിടെ ഒരു ഫുഡ് വയ്ക്കാണ്. ഒരു അമ്പലം ഉണ്ടോ? അമ്പലമാണ്. ഇത് വിരി വയ്ക്കാനുള്ള സ്ഥലമാണ് കേട്ടോ. അയ്യപ്പന്മാർ കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ്. അപ്പോൾ അവിടെ അവർ ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. അവിടെ അയ്യപ്പന്മാർ ഭക്ഷണം ഉണ്ടോ? ഉണ്ടോ? കർണാടകക്കാരാണ്. ഇവിടെ വിരി വെച്ചേക്കാണെന്നാണ് അവർ. ഓക്കെ. കുറുമാലിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്രത്തിനടുത്താണ്. അവർ റെഡി ആവണുള്ളൂ കേട്ടോ ഭക്ഷണത്തിന്. പിള്ളേരൊക്കെ ഉണ്ട്. ചാലക്കുടിയൊക്കെ കഴിഞ്ഞിട്ടില്ല. ചാലക്കുടി കഴിഞ്ഞിട്ടില്ല കേട്ടോ. ചാലക്കുടി ആയിട്ടില്ല. നമ്മൾ വളരെ സ്ലോ ആണ്. ഒരു പരമാവധി ഒരു 15 കിലോമീറ്റർ വേഗതയിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത് കേട്ടോ. മണിക്കൂറിലൊരു 15 കിലോമീറ്റർ. കാരണം അതിൽ കൂടുതൽ നമുക്ക് ടൈറ്റ് കണ്ടപ്പെടുന്നതാണ്. വഴിയൊരു ടൈറ്റ് ആവുന്നുള്ളൂ. കുഴപ്പമില്ല. 15 മണിക്കൂർ കിലോമീറ്റർ മണിക്കൂറിൽ 15 കിലോമീറ്റർ നമ്മുടെ യാത്ര കേട്ടോ. അത്ര വേഗത്തിൽ നമുക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. അത് ഷൂട്ട് കൂടി ചെയ്യുമ്പോഴേ വല്ലാത്തൊരു സ്പീഡ് വല്ലാതെ കുറയും. ക്യാമറയിലേക്ക് നോക്കണം, വാഹനമുണ്ടാന്ന് നോക്കണം, കുഴി ഉണ്ടാന്ന് നോക്കണം. അങ്ങനെ പല പല സംഗതികളും നോക്കിയിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ. ഷൂട്ട് ചെയ്യാതെ നമുക്ക് മുന്നോട്ട് പോകാം. പക്ഷേ നല്ല നമ്മൾ വന്നു. നമ്മളിതൊരു ആർക്ക് വേണമെങ്കിലും ഇങ്ങനെ ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു ഇൻസ്പിറേഷന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാണ് നമ്മൾ. അയ്യപ്പന്മാരെ വണ്ടികളാണ് നല്ല സ്പീഡിൽ പോകണം കേട്ടോ. മറ്റു വാഹനങ്ങളുണ്ട് അതിനൊപ്പം. അതുകൊണ്ട് മറ്റു വാഹനങ്ങൾ സ്പീഡ് കൂട്ടുണ്ട്. രാവിലെ അവിടെ താളം ഉണ്ടായിരിക്കും. തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ശബരിമല റൂട്ടൊന്നും പിടിക്കണം. തിരക്ക് സമയത്ത് നമുക്ക് പോകാൻ പറ്റില്ല. സൈക്കിൾ കൊണ്ടൊന്നും പോകാൻ പറ്റില്ല. തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് എപ്പോഴെങ്കിലും ശബരിമല റൂട്ടൊന്ന് പിടിക്കാൻ പറ്റിയപ്പോൾ വന്നത്. നമ്മളിന്നൊരു ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. നമ്മൾ വാഗമൺ വരെയൊക്കെ പോയിട്ടുണ്ട്. വാഗമൺ അങ്ങനെ ആ വഴി അങ്ങനെ പോയിട്ടുണ്ട്. ശബരിമലയിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. അപ്പോൾ അതൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്. അപ്പോൾ അത് വെളുപ്പിന് ഇറങ്ങേണ്ടി വരും. നമ്മൾ ഇപ്പോഴത്തെ ടൈമിങ് ശരിയല്ല. അങ്ങനെ ഒരു സംഗതിയുണ്ട്. ഇത് നമ്മുടെ സോണി ക്യാമറ ഉണ്ട്. ക്ലോസ് ആയിരിക്കും. അങ്ങനെ പ്രശ്നമുണ്ട്.
ചാലക്കുടി എത്തിയിട്ടില്ല, നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹെവി വാഹനമുണ്ട്, ട്രാൻസ്പോർട്ടുണ്ട്. ട്രാൻസ്പോർട്ടൊക്കെ കണ്ണും മൂക്കല്ലാതെ പോകണം. ചാലക്കുടി ലക്ഷ്യമാക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറഞ്ഞ പോലെ 15 കിലോമീറ്റർ മണിക്കൂറിൽ, 15 പരമാവധി. ഇന്നിപ്പോൾ പൊതുവേ സ്ലോ ആയിരുന്നു, അങ്ങനെ പ്രത്യേകിച്ചൊരു ഇതൊന്നും വയ്ക്കാത്തതുകൊണ്ട് സ്ലോ ആയിരുന്നു പൊതുവേ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമ്മൾ മണിക്കൂറുകളോളം. അതാണ് നമ്മൾ രാത്രിയും എടുക്കണം കേട്ടോ. മണിക്കൂറുകളോളം ഇങ്ങനെ സൈക്കിളെ ഓട്ടിക്കൊണ്ടിരിക്കും. ആണതിൻ്റെ വ്യത്യാസം, കണ്ടിന്യൂറ്റി ആയിരിക്കും. നമുക്ക് ഈ ഒരു ഉള്ള റെഡ് സിഗ്നല പേടി, നമുക്ക് ഒരു ഹാൻഡിൽ വെട്ടും മറിയും. ഏതോ ഒരു ചെറിയൊരു ടൗണിൻ്റെ ഭാഗത്തേക്ക് എത്തിയെന്നാണ്. നെല്ലായി എന്ന് പറഞ്ഞ സ്ഥലമാണ്, നെല്ലായി. ട്രാൻസ്പോർട്ടേഴ്സൊക്കെ വെച്ച് ചീറിയ പോകണം. മഴയത്ത് പോയിട്ടുണ്ട്, ഈ റൂട്ടിൽ കൂടിയൊക്കെ മഴയത്ത് ഇഷ്ടംപോലെ പോയിട്ടുണ്ട്. ഇതൊക്കെ പോകാമെന്ന് പറയുമ്പോഴത്തേക്കും നല്ല കഠിനമായ പണിയാണ്. അത് നമുക്കത് റോഡ് കാണാൻ പറ്റില്ല, കുഴിയുണ്ടോ ഇല്ലെന്നറിയില്ല. അന്ന് സൈക്കിൾ പഞ്ചറായത് മഴയത്താണ്. കുപ്പിച്ചിട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെയൊക്കെ പല പ്രശ്നങ്ങളുണ്ട്. ഇവിടെയൊക്കെ തട്ടുകടയിൽ അയ്യപ്പന്മാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തിയുണ്ട്. അയ്യപ്പന്മാരുണ്ട്, അല്ലാത്തവരുണ്ട് കേട്ടോ. ചെറിയ തട്ടുകടയാണ്. ഇന്നിപ്പോൾ വഴി നീളെ ലൈറ്റ് പോയി. വഴി നീളെ തട്ടുകടയുണ്ട് കേട്ടോ. പണ്ട് ഞങ്ങൾ ഈ പറഞ്ഞ പോലെ വേളാങ്കണ്ണിയിലൊക്കെ പോകുമ്പോൾ വളരെ അപൂർവമായിരുന്നു. അതും തമിഴ്നാട്ടിൽ. കേരളത്തിൽ അങ്ങനെ സംഭവം തന്നെ ഇല്ല. കേരളത്തിൽ തട്ടുകടാന്നുള്ള സ്ഥാനം പോലും ഉണ്ടാവില്ല ആ കാലത്ത്. ഉണ്ടെങ്കിൽ തന്നെ ഒരു 7 മണിയാകുമ്പോഴത്തേക്കും തട്ടുകട അടയ്ക്കും. അതായത് വെളുപ്പിന് വരെ ഒന്നും ഇരിക്കുന്ന തട്ടുകടകളുടെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെയാണ് അവസ്ഥകൾ അന്നത്തെ. ആ ഒരു കാലത്തും ഇന്നത്തെ പിള്ളേർ വളരെ സിമ്പിളല്ലേ. ഇന്നിപ്പോൾ ജീവിക്കാൻ വളരെ സിമ്പിളാണ്, ഈസിയാണ്. ജോലിക്ക് ജോലി, കൂലിക്ക് കൂലി. വെറുതെ എവിടെയെങ്കിലും വീച്ചടിച്ചിരുന്നാലും ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാലത്തെ അവസ്ഥയിലാണ് ഇപ്പോൾ. ഒരു ഇതിട്ട് പറഞ്ഞാണ്ട വീച്ചടിച്ചാൽ കിട്ടില്ല, എല്ലാവരും പറയില്ല. അതിമ കയറാണ് ഈ പ്രശ്നം. നമ്മൾ കയറിയാൽ അപ്പം ചാടും. അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ നമ്മൾ ജോലി എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ തന്നെ പലർക്കും ബുദ്ധിമുട്ടാണ് ജോലി. അപ്പോൾ അന്നത്തെ കാലത്ത് ജോലിയൊക്കെ കണ്ടെത്തി ഞങ്ങളുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. സ്വയം ജോലി കണ്ടെത്തിയതാണ് ഞങ്ങൾ. ഇരുട്ടായിട്ടാ, കുറച്ച് കഴിയട്ടെ. ഓക്കെ. ചാലക്കുടി എത്തിയിട്ടില്ല. ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ ഈ സമയത്ത് നല്ല ആളുണ്ട് കേട്ടോ.
അങ്ങോട്ട് ഇരുട്ടാ, അതിന് കുറച്ച് കഴിയട്ടെ. ഒരു ഫ്ലൈ ഓവർ വന്നിട്ടുണ്ട്. വണ്ടി കംപ്ലൈൻ്റ് ആയിരുന്നു. കയറി വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ജോലിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് ആർക്കാ ജോലി ഇല്ലാത്തതെന്ന് ചോദിക്കേണ്ട അവസ്ഥ. കുട്ടികളൊക്കെ പഠിച്ചിറങ്ങും, പഠിക്കുമ്പോൾ തന്നെ ജോലിക്ക് പോകുന്ന കുട്ടികൾ നമ്മുടെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റില്ല. പഠനം കഴിഞ്ഞിട്ട് ജോലി കിട്ടുമെന്ന് തപ്പി അടക്കണം. നമ്മൾ പിന്നെ അങ്ങനെ ഒരു നിയമത്തിന് പോയില്ല. പ്രാഥമിക പഠനം കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ബിസിനസ്സിലേക്ക് ചാടി. അത് മതി, ബുദ്ധിയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിച്ചു പോകാം. കലാഭവമണി പറയണമല്ലോ, ഇതിപ്പോൾ ചാലക്കുടി ആയിരുന്നു. കലാഭവമണി പറയണമല്ലോ, ബുദ്ധിയില്ലാത്തതുകൊണ്ടാണല്ലോ കൂടുതൽ പഠിക്കുന്നതെന്ന് ചോദിച്ചത്. ഇവിടെ ഒരു അങ്ങോട്ടൊരു തെരുവ്. അപ്പോൾ നമ്മൾ എന്തിനാ എത്ര സ്പീഡിലൊക്കെ പോകണം? നിങ്ങളുടെ ഈ പാഞ്ഞു പോകണമെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പറഞ്ഞ് നേരത്തെ ഉച്ചയ്ക്ക് ചോദിച്ച ഒറ്റ പരിപാടിയാണ്. എന്നാൽ സ്ലോയിൽ പോയി നോക്കി, സ്വസ്ഥവും സമാധാനമായിട്ട് അങ്ങനെ പോയാൽ മതി. ശരിക്കും പാഞ്ഞു പോകുന്നതിലൊന്നും ഒരു അർത്ഥമില്ല സത്യത്തിൽ. പെട്ടെന്ന് തീർന്നു നാളത്തെ കാര്യം. പാഞ്ഞു പോയാൽ പെട്ടെന്ന് തീരും, ലൈഫ് പെട്ടെന്ന് തീർന്നില്ല. നമ്മളറിയണ പോലുമില്ല. ഫാസ്റ്റാണ് ഇന്നത്തെ ലൈഫ്. എന്താ പറയണത്? ഫാസ്റ്റ് ആയിരിക്കും നമ്മൾ അലിഞ്ഞു പോകാൻ. തമിഴ് ലോറി പോകുമ്പോൾ ഇങ്ങനൊരു ശബ്ദം. ഞാനും കുഞ്ഞമ്മണിയും പണ്ട് ഇപ്പോൾ അമ്മ വീട്ടിൽ ആ തൂണിൻ്റെ അപ്പുറപ്പുറം, ഗേറ്റിൻ്റെ തൂണിൻ്റെ അപ്പുറപ്പുറം നിൽക്കുമ്പോൾ ഈ ശബ്ദം കേൾക്കും. ആണോ? ഇപ്പം വരണം പോണേ. അപ്പോൾ അതാണ് പാഞ്ഞു പോകുന്നത്. ഇപ്പം ആ പുള്ളി പോകുന്നത് കാണുന്നില്ല. ഇവരെ ട്രിപ്പ് എടുത്ത് ആക്കി കഴിഞ്ഞാൽ അടുത്ത ആളെ കയറ്റാലോ പൈസയ്ക്ക് വേണ്ടി. ഇപ്പം കിട്ടുന്ന സീസൺ കളയാൻ പറ്റില്ല. അതിന് വേണ്ടി ഓക്കെ, ഓരോരുത്തർ തൊഴിൽ. പക്ഷേ മറ്റുള്ളവരെ കൂടി പാലിക്കണം, അത്രേ ഉള്ളൂ. ഒടുക്കത്തെ ലോഡും വെച്ചാണ് പോണത്. ചിലപ്പോൾ വല്ല തെർമോക്കോളൊക്കെ ഇരിക്കുമല്ലോ, ഒരു സൈഡിലോട്ടായത്. ചാലക്കുടി ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. അപ്പം എതിരെ വണ്ടി വരുമ്പോൾ നമ്മൾ പോകണം. ഇതിൽ ഇനിയൊരു ലൈറ്റും ക്യാമറ വെക്കാനുള്ളൊരു സ്റ്റാൻഡ് കൂടി വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറ വായിലോട്ട് ജർക്ക് ചെയ്ത വിഷ്വൽസൊക്കെ ജർക്ക് ചെയ്തു. അതാണ് നമ്മൾ കയ്യിൽ തന്നെ പിടിക്കുന്നത്. അത് പറഞ്ഞതാണ്. ഇന്നത്തെ കാലത്തെ പിള്ളേർക്ക് ജോലി കിട്ടാൻ വേണ്ടി പാടുന്നില്ല, ഈസിയാണ് ഫാസ്റ്റായിട്ട് ജോലി. പണ്ട് ഞങ്ങളുടെ കാലത്ത് അങ്ങനെ ഒരു സംഗതിയില്ല. നമ്മൾ സ്വന്തമായിട്ട് കണ്ടെത്തിയാൽ ഏറ്റവും എളുപ്പം. അല്ലെങ്കിൽ വേറെ വല്ല സ്ഥലത്തേക്ക് പോകാൻ, വല്ല ബോംബെയിലേക്കോ മദ്രാസ് എന്നൊക്കെ അറിയപ്പെടുന്നത്. ബോംബെ മദ്രാസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ചെന്നൈയും മുംബൈ ഒന്നുമില്ല, അവിടെയൊക്കെ പോകണം. ഞാനും കുഞ്ഞമ്മണിയും കൂടി സ്വന്തമായിട്ടൊരു തൊഴിൽ കണ്ടെത്തി. അങ്ങനെയാണ് ഞങ്ങൾ പിടിച്ചു നിന്നത്.
അതിൻ്റെയൊക്കെ കഥകൾ പിന്നീട് പറയാം. എന്തായാലും ഒരു സ്റ്റോറി പറയണം ഞങ്ങൾ. ഹോട്ടലാണെന്ന് തോന്നാം. അപ്പോൾ ഈ രാത്രി ഇങ്ങനെ ഈ സമയത്ത് കഥ പറഞ്ഞിട്ട് പോകാനേ പറ്റുള്ളൂ. അതുകൊണ്ടാണ്, വേറെ വിഷ്വൽസൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് കഥ പറഞ്ഞു പോകുന്നു മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കാലത്തൊക്കെ പിള്ളേർക്ക് ജോലി കിട്ടാൻ വലിയ പാടൊന്നുമില്ലെന്നാണ് പറഞ്ഞു തന്നേക്കാം. എന്തായാലും രാത്രി കാണുന്ന വിഷ്വൽസും കാര്യങ്ങളൊക്കെ വെച്ച് ഇത് പറയും. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഉണ്ടായെന്നറിയില്ല. ഡ്രസ് മെറ്റീരിയലല്ല ഡ്രസ്സ് കൊടുക്കുന്ന റെഡിമെയ്ഡ്. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടിന്യൂറ്റി ആയിട്ട് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അതാണ് നമ്മളുടെ പ്രത്യേകത. അല്ലാതെ നമ്മൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ ബസ്സിനോ കാറിനോ ഓട്ടോയ്ക്കോ ഒന്നല്ല വന്നത്. ഒരു പ്രാവശ്യം മെട്രോയിൽ കയറി വരേണ്ടി വന്നു. അല്ലെങ്കിൽ ഒരു നിവർത്തിൻ്റെ നമ്മൾ ഒഴിവാക്കും. അത് പറ്റാത്തതുകൊണ്ട് സംഭവിച്ചാണ്, പഞ്ചറായിപ്പോയാലും. ഇപ്പോൾ ലോഡും വണ്ടികളാണ് കൂടുതൽ. മീൻ വണ്ടിയും അതൊക്കെയാണ് ഏറ്റവും കൂടുതൽ. പ്രാവശ്യം മീനെത്തിയുണ്ട്. അപ്പോൾ ഓക്കെ, ബാക്കി കഥകൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. ചാലക്കുടി എത്തട്ടെ കേട്ടോ. ചാലക്കുടി ഇതുവരെ എത്തിയിട്ടില്ല. അപ്പം അങ്ങോട്ടൊരു ചെറിയൊരു സിറ്റി പോലെ, സിറ്റി എന്ന് പറയാൻ പറ്റില്ല, ഒരു ചെറിയ ടൗൺ. കുറച്ച് ലൈറ്റും ബഹളമൊക്കെ കാണുന്നുണ്ട്. പാറാണ്. ഓ, കല്ലുണ്ടായിരുന്നു. ഹോട്ടൽ കൊട്ടാരം കണ്ടോ? കൊട്ടാരം കണ്ടിട്ട് കൊട്ടാരത്തിൻ്റെ ലുക്കൊന്നുമില്ല, ഒരു സാധാരണ ബിൽഡിങ്. അവിടെ കുറേ രൂപങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഭാഗത്ത് ബാറുകൾ ഇഷ്ടം പോലെ ഉണ്ട്. കുഴിമന്തി അന്ന് ഓണത്തിന് ഇതൊക്കെ അടവായിരുന്നു കേട്ടോ. മന്തി മനസ്സിൽ മതിൽ കെട്ടിയുള്ള സാധനമാണത്. ഒരു വഴിയോര തട്ടുകടയുണ്ട്. വഴിയോര തട്ടുകട ശരവണ ഭവൻ. അത് മതിൽ കെട്ടിയ പോകണം. അപ്പം അങ്ങോട്ടൊക്കെ നിറയെ ഹോട്ടലും. സമീസ് വൈഭവൻ പ്യുവർ വെജാണ്. തൊണ്ണൂറുകളിലൊക്കെ നമ്മൾ ഒരു ചായക്കട എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി അന്നത്തെ സിനിമകളിലൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കത് കാണാൻ പറ്റില്ല എന്നൊന്നുമില്ല. ഇതുപോലെ ഇങ്ങനെ ലൈറ്റും ബഹളമൊന്നുമില്ല. കാരണം 5 സ്റ്റാർ ഹോട്ടലുകൾ പോലും വന്ന് വരണേ ഉള്ളൂ എറണാകുളം നഗരത്തിൽ. മീൻചട്ടി
മൺചട്ടി ഉണ്ടോ? കൈതറിക്കും വണ്ടിയില്ല ഞാൻ വായിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. ഓക്കെ, വീണ്ടും ഇരുട്ടായി. ചാലക്കുടി എത്തിയിട്ടില്ല കേട്ടോ.